കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ കർഷകനായ ബാലചന്ദ്രൻ ചുള്ളിയിൽ നടത്തിയ റാഗി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ മില്ലറ്റ് വർഷമാണ്. ചെറുധാന്യങ്ങളുടെ വലിയൊരു പ്രാധാന്യമുണ്ട്. അതെല്ലാം ഇവിടെ സൂചിപ്പിച്ചു. നമ്മളെ ആരോഗ്യം സംരക്ഷിക്കപ്പെടാൻ ചെറുധാന്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വ്യാപകമായി ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പോൾ വ്യാപകമായി പദ്ധതിയിൽ വെച്ച് തന്നെ ഈ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. ബ്ലോക്കിൻ്റെ കീഴിലും ഇപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ നല്ലതുപോലെ ഈ കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള ഒരു സമീപനമാണ് ജനങ്ങളിൽ നിന്നും ഒക്കെ ഉള്ളത്. ജനങ്ങളും ആ നിലയിലാണ് ചിന്തിക്കുന്നത്. ആരോഗ്യം സംരക്ഷിക്കപ്പെടണം, അതിന് ചെറുധാന്യങ്ങളുടെ എല്ലാം പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ പഞ്ഞപ്പുല്ല് എന്ന നിലയിലാണ് മുമ്പെല്ലാം നമ്മൾ അറിയപ്പെട്ട. ഇപ്പോൾ റാഗി എന്ന് പറയുമ്പോൾ ഒരു വേറെ എന്തോ ഒരു സാധനമാണെന്നാണ് ജനങ്ങളെല്ലാം ആളുകളുടെ ഇടയിൽ ഈ റാഗി എന്നൊക്കെ പറയുമ്പോൾ വേറെ ഏതോ ആണെന്നാണ്. കൃഷിഭവന്റെ സഹായത്തോടെയാണ് റാഗി കൃഷി നടത്തുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ, കൃഷി ഓഫീസർ റോസ്മി ജോർജ്, പഞ്ചായത്ത് അംഗം രജനി രവിപാലൻ, ടി എൻ വിശ്വനാഥൻ, ആർ രവിപാലൻ, ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. റാഗിയാണ് കഞ്ഞിക്കുഴിയുടെ മണ്ണിൽ ഏറ്റവും അനുയോജ്യമായ ചെറുധാന്യ കൃഷി. വെള്ളത്തിന്റെ ആവശ്യകത കുറവുള്ള റാഗി കൃഷി കഞ്ഞിക്കുഴിയുടെ മണ്ണിൽ കൂടുതലാക്കുകയും അതിലൂടെ കർഷകർക്ക് അധിക വരുമാനം ഉറപ്പാക്കുകയുമാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റാഗി വിത്ത് കർഷകർക്കും കാർഷിക ഗ്രൂപ്പുകൾക്കും വാങ്ങി നൽകിയത്. തൊഴിലുറപ്പ് തൊഴിലാളികളും പാടശേഖരങ്ങളിൽ റാഗി കൃഷി നടത്തുന്നുണ്ട്. കൃഷി വ്യാപിപ്പിക്കുകയും ഉൽപ്പന്നങ്ങൾ അധികമായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്ത ശേഷം മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം പരിശീലനം സംഘടിപ്പിച്ച് മില്ലറ്റിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ കർഷകരുടെ വരുമാനത്തിന്റെ വർധനവ് നേടാമെന്നാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. 2023 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മില്ലറ്റ് ഇയറായിട്ട് പ്രഖ്യാപിച്ചിരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെറുധാന്യം എന്ന നിലയിൽ പഞ്ഞപ്പുല്ല് കൊടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ അത്ര ഫലപ്രദമായിട്ട് നമുക്കിവിടെ ചെയ്യാൻ കഴിഞ്ഞെന്ന് പറയാൻ കഴിയില്ല. കുറച്ച് പേര് നന്നായിട്ട് ചെയ്ത്, പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഇത് ചെയ്തിരുന്നുവെങ്കിലും കുറച്ച് കാലമായിട്ട് നമ്മുടെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് വലിയ ഇതില്ല. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ എപ്പോഴാണ് സമയമൊന്നും അത്ര കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടായിരിക്കാം ഇതിപ്പോൾ കുറച്ച് അത്ര ഭംഗിയായിട്ട് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വരും വർഷങ്ങളിൽ ഇത് നന്നായി പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. ഏറ്റവും ഇതിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രയോജനപ്പെട്ടാണ്. 50 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഇത് കഴിക്കണമെന്നാണ് പറയണത്. എല്ലിനും പല്ലിനും ഒക്കെ വേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത വർഷം ഇത് കൂടുതൽ വ്യാപകമായിട്ട് ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കോ ഇതുമായി കൂടുതൽ പരിചയമില്ല. എന്തായാലും ഇങ്ങനൊരു പരിപാടി ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവബോധം നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാകണമെന്നുള്ള കാഴ്ചപ്പാടിലാണ്. രവിപാലൻ ചേട്ടനെ എന്നെ സംബന്ധിച്ച് ഇങ്ങനൊരു പരിപാടി നടത്തണമെന്ന് ആഗ്രഹിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഇത് മറ്റുള്ളവർക്ക് ഇത് എന്താണെന്ന് അറിയണം, എന്താണ് പഞ്ഞപ്പുല്ലിൻ്റെ ഉപയോഗമെന്നും എന്തായിരുന്നു ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻപുറത്തെ പഞ്ഞപ്പുല്ലിൻ്റെ പ്രസക്തി എന്നൊക്കെ അറിയാം.